സത്യം പറഞ്ഞ ആദ്യം പെണ്ണാണ് നല്ലത്. என்ன ரகு என்ன രഘു 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 என்ன ரகு வாக்கிங் போறீங்களா? இல்ல ஸ்விம்மிங் போறேன். போங்க போங்க. என்ன ரகு ரொம்ப நேரமா பேசிட்டு இருக்கீங்க ஃப்ரெண்டா? இல்ல என்ன கொலை பண்ண வந்திருக்காரு, ரேட் பேசிக்கிட்டு இருக்கோம். என்ன ரகு சட்டை இல்லாம போறீங்க? சட்டை இல்லாம நடந்தா சனிதோஷம் போகும் ஜோசியர் சொன்னார். அப்படியா? இருக்கட்டும். என்ன ரகு வேட்டியை தூக்கிட்டு வர்றீங்க? வேட்டியை தூக்கிட்டு ஓட வெயிட் பண்ணுங்க டாக்டர் சொன்னாரு. அப்படியா? ஓடுங்க ഓടുங்க. സത്യല്ലേ, എല്ലാരും ചിരിച്ചു കളിച്ച് പ്ലസന്റ് കൊല്ലാൻ വരുന്നവനും ചാവാൻ പോകുന്നവനും എല്ലാരും സന്തോഷം, ഹാപ്പി, അത്രേ ഉള്ളൂ. അമ്മോ കൊള്ളാൻ വേണം, സപ്പോർട്ട് ചെയ്യാവോ? ഐഡി സെലസ്റ്റിലാണ്. കുത്തിട്ട് കരിഞ്ഞു വന്നൊന്നും കണ്ടൊന്നും മടിച്ച് കലഞ്ഞി എന്താണ് കടറ ചൊന്നോട് പറഞ്ഞ് അച്ചാറും മിച്ചറും മടിച്ച് കഴിഞ്ഞ് സെക്യൂർ സങ്കടം പറഞ്ഞ് കഴിഞ്ഞ് മൂന്നെണ്ണം ചെന്നപ്പോ പല്ലക്ക് പൈച്ച് എന്തിനപ്പൊ നരചറുമ്പോ തൊയിച്ച് കൊടുത്ത്. നൈസറാ, കൊള്ളാം കൊള്ളാം കൊള്ളാം, നൈസ് നൈസ് നൈസ്. Oh my god! Demon one, Guardian. Crispy. എന്റെ പൊന്നോ, ഇവന്റെ എയിം ഭയങ്കര സീനാണ്. ഇവൻ വിഷുവാണ് ഇവൻ. ഇത് ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത് നിന്റെ അപ്പൻ. എടാ നീ വാലറിന്റെ ഒക്കെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണമെന്നല്ലേ? നീ ഇന്റർനാഷണൽസ് ഒന്നും കാണാറില്ല, VCT ഒന്നും കാണാറില്ല? സൂപ്പർ. ഹാക്കർ ഹാക്കർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂഞ്ചി ഇരുന്നോണം കുണ്ണക്കളയും വെച്ച്. Bring me back my fucking map, buddy. ജീസസെ, ഈ വർഷമെങ്കിലും നല്ലൊരു വർഷമായിരിക്കണം എനിക്ക് കേട്ടാ. നിങ്ങൾ ചാറ്റിലൊക്കെ വരാറുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വർഷം നിങ്ങൾ വന്നതെന്ന് അറിയാം. പക്ഷെ ഈ വർഷം എനിക്ക് കുറച്ച് കൂടുതൽ ബ്ലെസ്സിങ്സ് തരണം കേട്ടാ. നല്ലൊരു വർഷം എനിക്ക് മാത്രമല്ല, ലൈവ് കാണുന്ന എല്ലാവർക്കും നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കണം കേട്ടാ. കേട്ടാ, എല്ലാവർക്കും വെൽക്കം. ജീസസിന് വെൽക്കം. മ്യൂസിക് വേണം, കമ്പോസറെ വേണം, ഹെൽപ്പ് ചെയ്യോ ID ഗൈസ്. ഇവിടെ നമ്മുടെ ചാറ്റ് കാണുന്ന മ്യൂസിക് കമ്പോസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അശ്വിൻ കെ കോണ്ടാക്ട് ചെയ്ത് നോക്ക്. ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണാമോ? ഇട്ടിട്ടുണ്ട് DCയിൽ. അബ്സോൾ ബ്രോ ഞാൻ കാണാൻ ഞാൻ നോക്കുന്നു. 6 ലക്ഷം IDR is equal to 3178 rupees. അയ്യോ, 6 ലക്ഷം IDR അല്ല മുഹമ്മദ് ജാസിം ബ്രോ. അവന് കൊടുത്തിരിക്കുന്നത് 6 ലക്ഷം ഇന്ത്യൻ റുപ്പിയുടെ ചലഞ്ചാ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും എന്റെ മാത്രം, എല്ലാവരും എന്റെ മാത്രം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തൊടാൻ ഞാൻ സമ്മതിക്കും. എന്റെ പൊന്നോ, ആ കുറച്ചുകൂടെ ഡയലോഗ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കണമായിരുന്നു ബ്രോട്ടാ. ആ മോളാരാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. ഇവര് 3 പേരും എന്റെ ആണോ? ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും ഇതെന്താ? ബഹുവർണ്ണ ലൈറ്റ് നെയിം ബോർഡുകളും അനധികൃത ലൈറ്റുകളും ഘടിപ്പിച്ച ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ബിസിനസ് ഇനിയും തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാധനം കൊള്ളാം. പക്ഷെ അണ്ണാ ഞാനിത് ആനിവേഴ്സറിക്ക് വേണ്ടിട്ട് വരച്ചതാണ്. അണ്ണൻ കണ്ടില്ല. അയ്യോ എടാ, ഞാനത് കണ്ടില്ലടാ, സത്യം ഞാൻ മിസ് ചെയ്ത്. അയ്യോ എടാ, താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യുടാ ബ്രോ. എനിക്കിത് കൊറിയർ അയച്ചു തരുമോ പ്ലീസ്? ഇത് എത്ര അവേഴ്സ് എടുത്തു ബ്രോ? നിങ്ങൾ ഈശ്വരാണ്. ആ ചിരി രക്ഷല. ഞാൻ ഡിഫൻസിലാണ് ജോബ്. എന്റെ സ്ട്രെസ് മാറുന്നത്, ഹാപ്പി ആവുന്നത് ബ്രോയുടെയും ക്യാസ്റ്റോടെ ലൈവ് ആണെന്നാണ്. TV ഓൾസോ ലവ് യു ബ്രോ. ഹൈഡ്രാവൈറ്റ് താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ബ്രോ താങ്ക് യു സോ മച്ച്. 87.29 അണ്ണ ലവ് യു അമ്മ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. എക്സൻ അണ്ണന്റെ തെറി ആയിട്ടിട്ട് ജീസസ് വീണ്ടും കുരിശ് കയറിയെന്നു. എടാ ഞാൻ ജീസസിന് ഒന്നും പറഞ്ഞില്ല.
തള്ളേ ബ്രോ അതെന്ത് കാർബൺ പേപ്പറോ? पैसा गिनते रहो या അത് കൊള്ളാല്ലേ? ഷിബിൻ ബ്രോ താങ്ക് യു സോ മച്ച്, മീൻസ് ലോട്ട്. അയ്യോ അത് കൊള്ളാം ബ്രോ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് നൈസ് അല്ലേ? അത് കൊള്ളാം. വിഷയളിയാ. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് എടാ ഉണ്ണി കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. From this താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിനെ ഏത് എക്സ്പ്രഷനിൽ നിങ്ങളുടെ പോർട്രേ? എന്റെ ഹെഡ്സെറ്റിന്റെ ഒരു സൈഡ് പോയാണോ നിങ്ങൾക്കും അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. എന്തിനാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺസ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യും? 2 minutes to think, maximum 5 minutes. എന്റെ പൊന്നോ അത് കണ്ടത്. ഇതില് ഈ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ വന്നപ്പോ മുതൽ എന്നെ എല്ലാവന്മാരുടെ കൂട്ടം കൂടിയിട്ട് ഇതാക്കാൻ തുടങ്ങിയതാ, ഇനി ഇവിടെ ഞാൻ മതിയെന്ന്. അത് ശരിക്കും ഒരു സിനിമ ഡയലോഗ് മാത്രമല്ല, അത് ഒരു സിനിമയിലെ ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല. അത് സത്യം പറയാലോ, അതൊരു ക്യാരക്ടർ ഡയലോഗ് മാത്രമല്ല, എൻ്റെ ഇൻഡസ്ട്രിക്കുള്ളൊരു നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ആ ഡയലോഗ് അതിൽ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞ അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അത്. വിഷയം റൈസ് ഓഫ് എ സൂപ്പർ സ്റ്റാർ. പിന്നല്ല. You know, the classic controller that's been around forever? Well, Microsoft just completely reimagined what a gaming controller can be. Instead of the standard setup we're all used to, this new controller is totally modular. You can take it apart and rebuild it however you want. It's called the Proteus controller. It's made up of these little cubes that snap together. Each one can be a button, a joystick, or whatever you need. The crazy part, you can put it together in over 100 different ways. But why would anyone want this? Well, think about it. We're all different, right? Some of us have bigger hands, some smaller, some people can only game with one hand. Others might have limited finger mobility. But we've all had to adapt to the same controller design. എന്ത് ഇന്നോവേഷൻ അടേ, അത് എന്ത് കൺസിഡറേഷൻ നോക്കുക. നിങ്ങൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഈ ഗെയിംസ് ഉണ്ട്, അവർക്ക് വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലും സ്ട്രീം ചെയ്യുന്നവരാണെങ്കിലും അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അയ്യോ ഹാറ്റ്സ് ഓഫ്. അത് കണ്ടത് അവർ പറഞ്ഞേക്കുന്നുണ്ട്. Want this? Well, think about it. We're all different, right? Some of us have bigger hands, some smaller, some people can only game with one hand. Others might have limited finger mobility. But we've all had to adapt to the same controller design for decades. And with this new controller, if something doesn't work for you, you just change it, whatever works best for you. Plus, there's software where you can remap every button to do exactly what you want. Now, let's talk about that $300 price tag. Yeah, it's not cheap. But right now, gamers with specific needs often pay thousands for custom-made controllers that might not even work great. Most specialized controllers are made by tiny companies in tiny batches, which drives prices way up. And having a major company like Microsoft back this tech could actually start driving those prices down across the board. എന്റെ പള്ളി $300 ഒത്തിരിക്ക് ഒത്തിരി വലിയ എമൗണ്ട് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ എമൗണ്ട് അല്ല അത്. കാരണം ഇങ്ങനൊരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോൾ അവർ ഒബ്വിയസ്ലി ലൈക്ക് അതിന് ഇനിഷ്യലി ചാർജസ് കൂടുതലായിരിക്കും. പക്ഷെ കൊള്ളാം, നല്ല ഐഡിയ, കിടിലോ ഐഡിയ. അയ്യോ ഒന്നും പറയല്ല. മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുവിടെ. നിങ്ങൾ ആരെങ്കിലും ഫ്ലൈറ്റ് സിമുലേറ്റർ കളിച്ചിട്ടുണ്ടോ മൈക്രോസോഫ്റ്റിന്റെ? ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും കിടിലം ഒരു റിയലിസ്റ്റിക് ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ്. അതെ 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 അതെ. നിനക്ക് എന്ത് 10 വയസ്സുള്ളപ്പോ നിന്റെ അനിയന് 5 വയസ്സ്. അപ്പൊ നിന്റെ തന്തയായിരുന്നാണോ എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ അനിയന്റെ പകുതി വയസ്സ്. അപ്പൊ എനിക്ക് 40 വയസ്സുള്ളപ്പോ എന്റെ അനിയൻ എത്ര? 20 വയസ്സ് അല്ല 25 വയസ്സ്. എന്റെ എനിക്ക് 10 വയസ്സുള്ളപ്പോ 5 വയസ്സല്ലേ? അപ്പൊ 40 വയസ്സാകുമ്പോ 5 വയസ്സല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് താരയോട് ചോദിച്ചു. ഞാൻ ഇച്ചിരി മാസമായിക്കോട്ടെ, 1 മാസമായിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റെടുത്തോട്ടെ. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് അവൻ എന്റെ പകുതി പ്രായം മാത്രമുള്ളായിരുന്നു. അല്ല എനിക്കിപ്പോ എത്ര വയസ്സാ? എനിക്ക് 30 വയസ്സാ കുട്ടി.
എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവൻ എന്റെ പകുതി പ്രായം. എനിക്കിപ്പോ 30 വയസ്സായി. അല്ല, 10 വയസ്സിന്റെ ഒരേ ബുദ്ധിയുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ. അയ്യോ Shall we go? Yes. എന്താ ഇതിനർത്ഥം എന്താ? CM 2026 election വരുന്നത്. വിജയ ഇത് എഡിറ്റഡ് ആണോ ഈ നമ്പർ അതോ ഇതിലെ സിനിമ? ഇല്ല. ഇത് തന്നെയാണോ ഈ നമ്പർ? സിനിമയില് ഇല്ലൂമിനാണ്ടി. വിജയ് മുഖ്യമന്ത്രി ആവുമോടാ? എന്നാ വോട്ട് ചെയ്യുമല്ലോ പേരില്ലേ? അങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇല്ല, അത് ടഫാണ്. എന്നാലും ആണല്ലേ? When Santa Claus visit Annani's home. അറിയാലോ, അണ്ണാണിയാണേ പ്രശ്നമാണ്. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടാവണേ. When Santa Claus visit Annani's house at 11 PM. Ho ho ho! Merry Christmas! കിട്ടണേ ഒരിക്കലും വീഡിയോ കറക്റ്റ്. ഇതൊക്കെ ആരും ചെയ്യണം. ഇതൊക്കെ വിഷയം കേട്ടത്. Do like this dream. Me after getting rejected by 99th time. എനിക്കിനി പെണ്ണ് കിട്ടുമോ? അളിയ അഞ്ജലിക്ക് നിന്നെ നോട്ടമുണ്ട്. ഇനി മതിയായല്ലേ? നിന്നെ പോലൊരു മൂപ്പിച്ചാണ് ഈ ഗതിയായത്. എടാ പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണോളാം. അതിപ്പോ റിജക്ഷൻ ആണെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണം. അവൻ വേலை செய்யறான்னு சொன்னேன். டவுன் மார்க்கெட்ல பேக்கர் பேக்கரிக்காரன் இல்ல, எல்லாமே சத்திப்பா. അവിടെ ചെന്ന് ഫുഡ് മോശമൊന്നും പറയല്ലേ കേട്ടാ. പെരുന്നാൾ ഇടിയിട്ടും പൊക്കി ചെമ്പിനകത്തോട്ട് അടയ്ക്കും. ചെമ്പിനകത്തോട്ട് അടുത്ത ദിവസം സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് മീറ്റ് ആയിട്ട് നിന്നെയൊക്കെ കൊടുത്തു കളയും. കഴിക്കുക, കാശ് കൊടുക്കുക, എണ്ണീറ്റ് പോരുക. കൊള്ളത്തില്ലല്ലോ, ഇനി പോരണം. മനസ്സിലായോ? അയ്യോ ബ്രോ, കാൻഡോ സൈഡർ ഇപ്പൊ അണ്ണ സ്കിപ്പാക്കല്ലേ. ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. Each and every word counts. ബ്ലഡ് ഈടോ അവനതില് പോസ്റ്റർ അടിച്ചത്. അവനതില് അത് കണ്ട, അത് അവനതില് പോസ്റ്റർ അടിച്ചു വെച്ച്. നിന്നെ ഞാൻ കൊറേ പുകഴ്ത്തിയതാ, ഇനി പുകഴ്ത്താൻ വയ്യ. നീ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഒന്നും പറയാനില്ല. തീപ്പൊറി. തീപ്പൊറിയേ? തീപ്പൊരി.
തീപ്പൊരി. തീപ്പൊരി. ആ. Kill 3 men in a Wait for the vent. kill 3 men in a bar with a bouncer. Ooh, the fucking nobody. That fucking nobody. It's John Wick. ബ്രോ ഇത് പ്രിന്റ്. എന്താ ഇപ്പൊ കാണിച്ചു തന്നേ? കളർ പ്രിന്റ്. ഇത് പ്രിന്റ് എടുത്തതാണോ ഇത്? അളിയത് പ്രിന്റ് എടുത്തിരിക്കുന്ന അളിയാ, ഇത് ഞാൻ ബിലീവേയില്ല. അളിയ നാളെ അവൻ വരയ്ക്കുന്ന ഇവിടെ കൊണ്ടിട്ട് നിന്റെ അണ്ണാക്കി തരും. ഞാൻ ഇതിപ്പോ പറയാറില്ല അങ്ങനെ. ശ്രീകാന്ത് ബ്രോ, ഇത് നിങ്ങൾ വരച്ചാണോ ശരിക്കും? ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ്. മേക്കിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ്. എന്താ നമ്മളിപ്പോ കണ്ടല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു പെൺകുട്ടി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സ്കൂളിലെ ഓട്ട മത്സരങ്ങൾ നടക്കുന്ന ജില്ലയിലെ പ്രോഗ്രാമിന് പോവാം. ജില്ലയിൽ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരം ഉണ്ട് അന്ന് ആഗ്രഹിച്ചത്. ആ സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഓടുമ്പോഴെങ്കിലും എന്റെ കാലിൽ ഒരു അഡിഡാസിന്റെ ഷൂ ഉണ്ടാകണമെന്ന്. എന്താ ചെയ്തതെന്നറിയോ? അവസാനം അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ പൂട്ടിന്റെ ചെരുവിൽ അഡിഡാസ് എന്ന സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചു. പിന്നീട് തന്റെ 17ാമത്തെ വയസ്സിൽ ഇന്തോനേഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ അവൾ 1ാം റാങ്ക് നേടി. ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള 18ാമത്തെ വയസ്സിൽ 18 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ 400 മീറ്ററിൽ അവർ 1ാം റാങ്കുകാരിയെ ഗോൾഡ് മെഡലിസ്റ്റ്. ഈ പെൺകുട്ടിയെ തേടി സാക്ഷാൽ ഈ പറയുന്ന അഡിഡാസിന്റെ അഡിഡാസ് കമ്പനി വന്നിട്ട് അവരോട് ചോദിക്കാണ്, ഞങ്ങളുടെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്, ഞങ്ങളുടെ ടോട്ടൽ ബൂട്ടിന്റെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. ആ പെൺകുട്ടി അന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഈ അഡിഡാസിന്റെ ഷൂ ഇല്ലാതെ ഓടി ഓടി നടന്നിട്ടുള്ള ഒരു കാലം അത് ഓർമ്മയിൽ വന്നു. അഡിഡാസ് കമ്പനി ചോദിച്ചു, എന്താ നീ കരയുന്നത് എന്ന്. അവിടെ ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അന്ന് അഡിഡാസ് അത്ഭുതകരമായ ഒരു തീരുമാനമെടുത്തു. അഡിഡാസ് ലോകത്തിൽ മുഴുവനും സുന്ദരമായൊരു ഷൂ ഇറക്കി. ആ ഷൂവിന്റെ പേര് ഹിമാദാസ് എന്നായിരുന്നു. പെൺകുട്ടിയുടെ പേരാണ്. എന്റെ മോനെ, എന്താണ് സ്റ്റോറി കളിയാത്? ആ പേരിൽ ഈ പറയുന്ന കമ്പനി ഷൂ ഇറക്കി. ഏതൊരു കമ്പനിയുടെ ഷൂ ഇട്ട് ഓടാൻ കഴിയാത്ത പെൺകുട്ടി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ അതിശക്തമായ എനർജിക്ക് ഇതാവുക. ഹിമാദാസ്, അഡിഡാസ്. എന്റെ അമ്മോ, അത് എന്ത് സ്റ്റോറി അല്ലേ അത്?